അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗദിയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു. അബ്ദുറഹീമിൻ്റെ മോചനം ഇൻഷാ അള്ളാ അടുത്തു തന്നെ ഉണ്ടാകും. ഇന്ത്യൻ എംബസി ദിയാധനമായ 15 മില്യൺ റിയാലിനുള്ള ചെക്ക് എഴുതിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത്. റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരിലാണ് ചെക്ക് അനുവദിച്ചിരിക്കുന്നത്. സൗദി ബാലൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അബ്ദുറഹീമിൻ്റെ മോചനത്തിൻ്റെ വളരെ സുപ്രധാനമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബത്തിന് നൽകാനുള്ള ദിയാധനമായ 33 കോടി ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ 15 മില്യൺ റിയാൽ ഉടൻ കൈമാറും. അബ്ദുറഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവ്വൂരും നിയമസഹായ സമിതി അംഗം സഹീറും സാക്ഷികളായി എംബസിയിൽ എത്തിയിരുന്നു. ഈ ഞായറാഴ്ചയോ അതിനടുത്ത ദിവസങ്ങളിലോ ഗവർണറേറ്റിൽ ചെക്കിൻ്റെ കോപ്പി കൈമാറും. തുടർന്ന് ഇരുവിഭാഗത്തിൻ്റെയും അഭിഭാഷകരും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ഗവർണറേറ്റിൽ ഹാജരാകും. അവിടെ വെച്ച് കൊല്ലപ്പെട്ട ബാലൻ്റെ കുടുംബം കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന സമ്മതപത്രത്തിൽ ഒപ്പിടും. ഇത് കോടതിക്ക് കൈമാറുന്നതോടെ കേസിൻ്റെ സുപ്രധാന ഘട്ടം അവസാനിക്കുമെന്നും തുടർന്നുള്ള മോചന നടപടികൾ കോടതി നിർദ്ദേശിച്ച പ്രകാരം നടക്കുമെന്നും സിദ്ദീഖ് തുവൂർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അൽഹംദുലില്ലാ, അബ്ദുറഹീമിൻ്റെ മോചനം വളരെ അടുത്തിരിക്കുകയാണ്. അബ്ദുറഹീമിന് 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം സമാഹരിച്ച് അപ്പോൾ തന്നെ നാം എല്ലാവരും കൈമാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള മലയാളികൾ എത്രയും പെട്ടെന്ന് ആ 34 കോടി രൂപ പിരിച്ച് അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി നൽകിയത്. അപ്പോഴും ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഫണ്ട് കളക്ഷനെ പരമാവധി അവതാളത്തിലാക്കാൻ ചില കോണുകളിൽ നിന്നും ആളുകൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവയെല്ലാം ആളുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് 34 കോടി രൂപയെന്ന ലക്ഷ്യം കൈവരിക്കുകയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ നിയമവശങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അബ്ദുറഹീമിന് നാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ, അത് കണ്ട് ഉമ്മാക്ക് വളരെയധികം സന്തോഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.